വിഴിഞ്ഞത്തെ സമരമുഖത്ത് നിന്ന് കടന്നു വന്ന സജി ബ്രദറിൻ്റെ ജീവിത അനുഭവങ്ങളാണ് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ കേട്ടത്. ഈ ആഴ്ചയിൽ വീണ്ടും അദ്ദേഹം തൻ്റെ ജീവിതത്തിൽ ചില തകർച്ചകൾ വന്നപ്പോൾ എല്ലാം നന്മയ്ക്കാക്കി മാറ്റുന്ന കർത്താവിൻ്റെ സ്നേഹത്തെ രുചിച്ചറിഞ്ഞ ആ അനുഭവങ്ങളിലൊക്കെ നമ്മളുമായിട്ട് പങ്കുവയ്ക്കുകയാണ്. വലിയ തുറയിൽ നിന്നും കടന്നു വന്നിരിക്കുന്ന ബ്രദർ സജി. ബ്രദറെ, വീണ്ടും സ്വാഗതം. ഈ കല്യാണമൊക്കെ കഴിഞ്ഞത് ഏത് കാലഘട്ടത്തിലായിരുന്നു? കല്യാണം കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് ഒരു 15 വർഷമായിട്ടുണ്ട്. ഏകദേശം 15 വർഷം കല്യാണം കഴിഞ്ഞ് ഈ മെയ് 7 ആയപ്പോൾ 15 വർഷമായി. അതായത് ഗൾഫിൽ നിന്ന് പോകുന്നതിന് ശേഷമായിരുന്നു? ഗൾഫിൽ നിന്ന് ഞാൻ ഇടയ്ക്ക് ഒരു 1 മാസത്തെ ലീവിനായിട്ട് വന്നായിരുന്നു. ഒരു ചെറിയൊരു ആവശ്യമായിട്ട് വന്നതാണ്. ആ സമയത്ത് കല്യാണം നടത്തി. ശരിക്കും ഞാനും എനിക്ക് തോന്നുന്നു ഒരു മാക്സിമം 1 മാസത്തിനകത്ത് തിരിച്ച് ഞാൻ പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് എൻ്റെ മനസ്സിൽ ശരിക്കും വളരെയധികം കാര്യങ്ങൾ ചെയ്യണമെന്നുള്ള ചിന്തയോടുകൂടി ഞാൻ വീണ്ടും ഗൾഫിൽ പോകുന്നത്. അവിടെ നിന്നാണ് നമ്മുടെ ഭക്ഷണത്തിൻ്റെ ടേസ്റ്റുകൾ മനസ്സിലാക്കി നമ്മുടെ കൂടെ ഉണ്ടായിരുന്നവരും സഹോദരങ്ങളും നമുക്കറിയാവുന്ന ഫ്രണ്ട്സൊക്കെ പറഞ്ഞു, ഇങ്ങനെ ഒരു റെസ്റ്റോറൻറ്റ് തുടങ്ങുന്നത് നമുക്ക് നല്ലതായിരിക്കും ഗൾഫിൽ തന്നെ തുടങ്ങുന്നത് നല്ലതായിരിക്കും, വലിയ എമൗണ്ടൊന്നും വേണ്ട, നമുക്ക് എല്ലാം കൂടെ അഡ്ജസ്റ്റ് ചെയ്യാം, നല്ല ലാഭം, നിൻ്റെ ഭക്ഷണം ആകുമ്പോൾ ഒരു കേരള സ്റ്റൈലിൽ നമുക്ക് കാര്യങ്ങളൊക്കെ ചെയ്യാം എന്നുള്ളൊരു ചിന്തയായിരുന്നു. അങ്ങനെയാണ് ദുബായിൽ തന്നെ ഹോട്ടൽ തുറക്കാനായിട്ട് പരിശ്രമിച്ചത്. അതവിടുത്തെ ഈ സാമ്പത്തിക പ്രതിസന്ധിയൊക്കെ വന്നപ്പോൾ ചെയ്യാതെ പോയി. അങ്ങനെയാണ് നമ്മൾ നാട്ടിൽ ബിസിനസ് തുടങ്ങുന്നത്. അപ്പോൾ വീട്ടിൽ ഭാര്യയ്ക്കും അവൾക്കറിയാം, എൻ്റെ ഭക്ഷണത്തിൻ്റെ ടേസ്റ്റൊക്കെ അവൾക്ക് അറിയാമെന്നുള്ളതുകൊണ്ട് എല്ലാവർക്കും വളരെ പോസിറ്റീവായിട്ടുള്ള സപ്പോർട്ടായിരുന്നു. പിന്നെ എന്ത് കാര്യം ചെയ്യുമ്പോഴും ഞാൻ പ്രാർത്ഥിച്ചിട്ട് ചെയ്യുന്ന കാര്യം, ഞങ്ങൾ രണ്ടുപേരും പ്രാർത്ഥിക്കുമായിരുന്നു. ഈ ഹോട്ടലിൻ്റെ കാര്യത്തിന് തന്നെ ശരിക്കും നമ്മൾ കുറേ നാൾ പ്രാർത്ഥിച്ചിട്ടാണ് ഒന്നും ഇല്ലാത്തടത്തുനിന്ന് തുടങ്ങുന്നതാണ്. ഒരു പൈസ പോലും ഇല്ല കയ്യിൽ, ഒരു ബാലൻസ്. ഗൾഫിലെ 2-3 വർഷത്തെ സമ്പാദ്യങ്ങളൊന്നും ഇല്ലായിരുന്നു. അതൊക്കെ നമ്മുടെ അപ്പനെ അമ്മേനെ നോക്കേണ്ട ഉത്തരവാദിത്വം നമുക്കാണല്ലോ. ആ സമയത്ത് നമ്മുടെ ലക്ഷ്യം എന്താണ്? നമ്മുടെ അപ്പനെ അമ്മയെ നോക്കുക. നമുക്ക് കിട്ടുന്ന വരുമാനം നമ്മൾ വീട്ടിലും നമുക്ക് പറയത്തക്ക വലിയ ഫാമിലി ബാക്ക്ഗ്രൗണ്ടോ സാമ്പത്തികമായിട്ട് ഫിനാൻഷ്യലായിട്ട് ഇല്ലാത്തവരാ. അവിടെ നമ്മൾ അധ്വാനിക്കുന്ന പൈസ നമ്മൾ വീടില്ലായിരുന്നു, വീടിൻ്റെ പല കാര്യങ്ങൾക്ക് ഉപയോഗിച്ചു, വീട് കെട്ടി, സ്വന്തം കുടുംബ വീടൊക്കെ ഒന്ന് റെഡിയാക്കി എടുത്തു. ആ സമയത്ത് കിട്ടുന്ന പൈസയൊക്കെ അങ്ങനെ ചെയ്ത് വീട്ടിലുള്ള കാര്യങ്ങളാണ് ചെയ്തത്. ഒരു പൈസ പോലും ഞാൻ എനിക്ക് വേണ്ടി ആ സമയത്തൊന്നും സേവ് ചെയ്തില്ല. കല്യാണം കഴിഞ്ഞിട്ടും നമുക്ക് അങ്ങനെ പറ്റിയില്ല. ശരിക്കും കല്യാണം കഴിഞ്ഞു ഞങ്ങൾക്കുണ്ടായിരുന്ന എല്ലാം എടുത്താണ് ഞങ്ങൾ ഹോട്ടൽ തുടങ്ങുന്നത്. ഹോട്ടൽ തുടങ്ങി അപ്പം ഓരോ ദിവസവും ഞങ്ങൾ എത്ര തിരക്കുണ്ടെങ്കിലും രാവിലെ 6 മണിക്ക് നമുക്ക് കട തുറക്കും. 6-10 ആകുമ്പോൾ കട തുറക്കും. പക്ഷേ എത്ര തിരക്കുണ്ടെങ്കിലും കുർബാന കമ്പൽസറി ആയിരുന്നു. ഞങ്ങൾ രണ്ടുപേരും ലൈഫിൽ ഇപ്പോഴും ഞങ്ങൾക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ ദൈവത്തിന് ഞങ്ങൾ നന്ദി പറയുന്ന ഒരൊറ്റ കാര്യമുള്ളൂ, കുർബാന ഇല്ലാത്തൊരു ലൈഫ്. ആ 3 ഹോട്ടൽ ഉണ്ടായിരുന്നപ്പോൾ പോലും കുർബാന, അത് രാവിലെ ഞങ്ങൾക്ക് രണ്ടുപേരും പോയി കൂടും. രാവിലെ ഞങ്ങൾക്ക് 5:30 ഞങ്ങളുടെ ഒരു കപ്പുച്ചിൻ ആശ്രമമുണ്ട്. അവിടെ ഞാൻ കുർബാനയ്ക്ക് പോകും. അവിടെ നിന്ന് ഉടനെ കുർബാന 6-5 ആകുമ്പോൾ തീരും. അവിടെ നിന്ന് തന്നെ ഞാൻ തിരിച്ച് നേരെ കടയിലേക്ക് പോകും. അഥവാ രാവിലെ എന്തെങ്കിലും കാരണവശാൽ നടക്കാതെ പോയാൽ ഞങ്ങൾക്ക് അവിടെ എൻ്റെ കടയുടെ അടുത്ത് തന്നെ ഒരു ആശ്രമമുണ്ട്. അവിടെ 11 മണിക്കൊരു കുർബാനയുണ്ട്. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 11 മണി. ജോലിക്കാരെ ഒക്കെ ബേസ് ചെയ്ത്, അതായത് നമ്മൾ ട്രിവാൻഡ്രത്ത് അത്യാവശ്യം പള്ളികളിലെ കുർബാന സമയം ഞാൻ കണ്ടെത്തി വയ്ക്കും. ഒരു കാരണവശാലും കുർബാന മുടങ്ങാൻ പാടില്ല. ആരെങ്കിലും വിളിച്ചു ചോദിച്ചാലും ഞാൻ പറഞ്ഞു കൊടുക്കും. എനിക്ക് അത്യാവശ്യം പള്ളികളിലെ കുർബാന സമയം അറിയാം. കാര്യം ഞാൻ മനസ്സിലാക്കിയ ഒരു കുർബാനയാണ് നമ്മുടെ ജീവൻ. അത് മനസ്സിലാക്കിയത് കൊണ്ടാണ്. കാരണം ഈശോ അവിടെയാണുള്ളത്. അവൻ നമ്മൾ നിറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ശക്തി കിട്ടും. എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും നമുക്ക് പരിഹരിക്കാൻ പറ്റും. കാര്യം അത്രയ്ക്കും തുടങ്ങി അന്ന് തൊട്ടേ നമ്മൾ സ്ട്രഗിളിൽ കൂടെ തന്നെയാണ് വേണം. വലിയ ബെനിഫിറ്റോ അങ്ങനെ ഒന്നുമില്ല. പക്ഷേ എൻ്റെ നല്ലൊരു സമയം ഒരു 4.5 വർഷം ഞാൻ 4 മണിക്കൂർ അല്ല 5 മണിക്കൂർ ഉറങ്ങിയിട്ടേ ഉള്ളൂ. അത്രമാത്രം കഷ്ടപ്പെട്ടിട്ടുണ്ട്. ഒരു ഹോട്ടലിൻ്റെ വിജയത്തെ തുടർന്നാണോ ഈ 2 എണ്ണം കൂടെ തുടങ്ങാനായിട്ടുള്ള ഒരു താല്പര്യം ഉണ്ടായത്? താല്പര്യം എന്ന് പറഞ്ഞാൽ ഒന്ന് ഈവനിങ്ങിലെ ഒരു കൗണ്ടറായിരുന്നു, ഫാസ്റ്റ് കൗണ്ടർ. പിന്നെ ഒന്ന് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ആയിരുന്നു, രാത്രി വരെ ഉള്ളൊരു ചെറിയ ഒരു ഇതായിരുന്നു. പക്ഷേ ഇതിൽ നിന്ന് നമുക്ക് സ്റ്റാഫിനെ കണ്ട് നമുക്ക് അവിടെ നല്ല ടേസ്റ്റ് ഭക്ഷണം കൊടുക്കാമെന്നുള്ള ചിന്തയായിരുന്നു. പക്ഷേ അതൊക്കെ ദൈവം നമ്മളെ ഞാൻ എൻ്റെ ഹോട്ടൽ ലൈഫ് ഒരു 4.5 വർഷമാണ്. ഈ 4.5 വർഷം ദൈവം എന്നെ ജീവിതം പഠിപ്പിച്ചു. ശരിക്കും പറഞ്ഞാൽ ഞാൻ പല വ്യക്തികളെ കാണാനാണ്, ലോകത്തുള്ള പല വ്യക്തികളെയും പല ഉന്നതരെയും കാണാൻ എനിക്ക് ഇടയായ ഒരു കാലഘട്ടമാണ്.
പല ഫ്രണ്ട് സർക്കിളും ഉണ്ടായി. പ്രത്യേകിച്ച് നമ്മുടെ ശുശ്രൂഷ ലൈഫിൽ പോലും പലരെ നമുക്ക് പരിചയപ്പെടാൻ പറ്റി. പലരും ഇവിടെ വന്ന് കഴിച്ചിട്ട് പോകുമ്പോഴാണ് ഒരു ഈശോയുടെ പിക്ചർ കാണുമ്പോൾ ഇത് ക്രിസ്ത്യാനിയുടെ കട ആണല്ലോ എന്ന് പറഞ്ഞ് ചോദിച്ച പലരുമുണ്ട്. കാര്യം നമ്മൾ ഒരു എല്ലാ ക്രിസ്ത്യാനികളുടെ കടയെന്ന് പറയാൻ കാര്യം അവിടെ ക്രിസ്ത്യാനിയുടെ കട എൻ്റെ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ആ കട. അപ്പം അത്രയും പ്രശ്നങ്ങളും പ്രതിസന്ധികളൊക്കെ കൂടെ കടന്നുപോയ കാലഘട്ടത്തിലും ഈശോയാണ് നമ്മളെ വഴി നടത്തിയത്. ഈ 4.5 വർഷം ഒന്ന് ക്ലപ്തപ്പെടുത്തിയ എന്താ കാര്യം? 4.5 വർഷമായപ്പോൾ എൻ്റെ ജീവിതത്തിൽ ഞാനൊരു ബിഗ് സീറോയായി മാറി. എന്താ ബിസിനസ് നഷ്ടമായി? ബിസിനസ് ഭയങ്കരമായിട്ട് ലോസായിപ്പോയി. അത് കാര്യം എന്ന് പറയുമ്പോൾ നമ്മളെല്ലാം ഈ കടം വാങ്ങിച്ചാണ് പൈസകൾ മൊത്തം. അപ്പം നമുക്ക് പ്രോഫിറ്റ് ഉണ്ട്, പക്ഷേ പ്രോഫിറ്റ് എല്ലാം നമ്മുടെ കടം വാങ്ങിച്ചവർക്ക് പലിശ അങ്ങനെ പോയി. ഞാൻ പോലും ഓരോ പ്രാവശ്യം ഇങ്ങനെ ചിന്തിക്കും, മതിയാക്കാം, ഇന്ന് ശരിയാകും, നാളെ ശരിയാകും എന്ന് പറഞ്ഞ് മാറ്റി വെച്ചു. പക്ഷെ അവസാനം നിൽക്കാൻ പറ്റാത്ത അവസ്ഥയായി. ഒരു ഏകദേശം ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 40-45 ലക്ഷം രൂപ കടബാധ്യതയായി. ഇതിനിടയ്ക്ക് ഇടയ്ക്ക് ഒരു കാര്യം ചോദിക്കട്ടെ, സാധാരണ ആൾക്കാർക്ക് വരാവുന്ന ഒരു സംശയമാണ്. ഓക്കെ, ഒരുപാട് പ്രാർത്ഥിച്ചിട്ടാണ് ഇങ്ങനെ ഒരു സംഭവം ആരംഭിക്കുന്നത്. ഓക്കെ, തുടർന്ന് പോരുമ്പോഴും അങ്ങ് പറയുന്നുണ്ട് ഒരു ദിവസം പോലും നിങ്ങൾ വിശുദ്ധ കുർബാന മുടക്കിയിട്ടില്ല. അപ്പോൾ പ്രാർത്ഥനയിൽ അടിയുറച്ച് ആശ്രയിച്ച് കർത്താവിനോടുള്ള ബന്ധത്തിൽ ചേർന്ന് നിന്നാണ് ഈ ബിസിനസ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അതിങ്ങനൊരു വലിയ പരാജയത്തിലേക്ക് കൂപ്പുകുത്തുക എന്ന് പറയുമ്പോൾ അതൊരു സാധാരണ ആൾക്കാർക്ക് അത് മനസ്സിലാക്കാനായിട്ട് വിശ്വാസികൾക്ക് ബുദ്ധിമുട്ട് വരും. അപ്പം അതിൻ്റെ ഒരു റിസൾട്ട് അറിയണമെങ്കിൽ ഞാൻ അതിലോട്ട് ഇനി കടക്കാമല്ലോ? തീർച്ചയായും. അപ്പോൾ ശരിക്കും നമുക്ക് കേൾക്കുന്നവർക്കൊക്കെ ചിലപ്പോൾ ഒരു അസ്വസ്ഥത തോന്നും. പക്ഷെ ഞാനത് തിരിച്ചാ ചിന്തിക്കുന്നത്. എൻ്റെ 3 ഹോട്ടലും സക്സസ് ആയിട്ട് നല്ല രീതിയിൽ നടന്ന് എനിക്ക് ലാഭം കിട്ടിയെങ്കിൽ ഞാൻ ഒരിക്കലും ഈശോയ്ക്ക് വേണ്ടി ഇറങ്ങിത്തിരിക്കത്തില്ലായിരുന്നു. ഈശോയ്ക്ക് വേണ്ടി ഇറങ്ങിത്തിരിക്കുക എന്ന് പറഞ്ഞാൽ എന്താ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? നമുക്ക് ഈ ബിസിനസ്സൊക്കെ ചെയ്തുകൊണ്ട് തന്നെ ഈശോയുടെ സാക്ഷിയായിട്ട് നമുക്ക് എന്തെല്ലാം കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും. പക്ഷേ ഈശോ അതല്ലല്ലോ എന്നിലൂടെ ആഗ്രഹിക്കുന്നത്. ഈശോ എന്നിലൂടെ ആഗ്രഹിക്കുന്നത് ഫുൾ ടൈമായിട്ട് ഈശോയ്ക്ക് വേണ്ടി ഇറങ്ങണം എന്നുള്ളൊരു കൺസെപ്റ്റ് ഈശോയ്ക്ക് ഉണ്ട്. അത് നമ്മുടെ മനസ്സിന്റെ ഒരു ആഗ്രഹമായിരുന്നോ അതോ വാസ്തവമായിട്ടോ അത് കർത്താവിന്റെ ഹിതമായിരുന്നോ? കാരണം ഒരുപാട് പേരുടെ ജീവിതത്തിൽ കണ്ടിട്ടുണ്ട്, അവരൊരു ആഗ്രഹത്തിന്റെ പേരിൽ അല്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ പറഞ്ഞ് പ്രേരിപ്പിച്ചതിന്റെ പേരിലൊക്കെ ജോലി, ബിസിനസ് എല്ലാം ഉപേക്ഷിച്ച് അവർ എടുത്ത് ചാടുകയാണ്. അങ്ങനെ ചാടിയ ഒരുപാട് പേര് ഈ കോവിഡ് കാലത്ത് അവർ നിലയില്ലാ കയറ്റി കിടന്ന് കൈകാലിട്ടടിക്കുക, പലരും പഴയ അവസ്ഥയിലേക്ക് തന്നെ തിരിച്ചു പോവുകയും ചെയ്തു. അപ്പോൾ അങ്ങനെ പലപ്പോഴും അതൊരു എതിർസാക്ഷ്യം പോലും ആയി തീരാനുള്ള സാധ്യതകളുണ്ട് താനും. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറയാറുള്ളൊരു കാര്യമുണ്ട്, നമുക്ക് ജോലി, ബിസിനസ് കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് തന്നെ സമ്പത്തെന്ന് പറയുന്ന ഒരു പാപമൊന്നും അല്ലല്ലോ. ന്യായമായ മാർഗത്തിലൂടെയൊക്കെ നമുക്ക് പണം ഉണ്ടാക്കാം. അതൊരിക്കലും അത് തെറ്റല്ലത്. അപ്പം അങ്ങനെ ചെയ്തുകൊണ്ട് തന്നെ എന്തുകൊണ്ട് നമുക്ക് സുവിശേഷ വേല ചെയ്തുകൂടാ? ഞാൻ അതിലോട്ട് വരാം. ഞാൻ ശരിക്കും ഓരോ സ്ട്രഗിൾസും, നമുക്ക് ഫിനാൻസ് സപ്പോർട്ട് കുറയുന്ന സമയത്തൊക്കെ നമ്മൾ ഇങ്ങനെ ഇരുന്ന് പ്രാർത്ഥിക്കുക, ഈശോയോട് പറയും. അപ്പോൾ ഈശോ നമ്മുടെ കാര്യങ്ങൾ ക്രമീകരിക്കുന്നുള്ള ചിന്തയായിരുന്നു പലപ്പോഴും. നമ്മൾ സ്ട്രഗിൾസിലൂടെ പ്രശ്നങ്ങൾ, സാമ്പത്തിക കടബാധ്യതയിൽ പോകുന്ന സമയത്തും നമ്മൾ ഓരോ നമ്മുടെ പ്രോപ്പർട്ടി, ഉദാഹരണം പറഞ്ഞാൽ ഗോൾഡൊക്കെ നമ്മൾ പണയം വയ്ക്കും. അപ്പോൾ വിചാരിക്കും ഇത് അടുത്ത പ്രാവശ്യം ശരിയാകും എന്ന് പറഞ്ഞ് നമ്മളിങ്ങനെ മുൻപോട്ട് പോവുകയായിരുന്നു. അപ്പോഴിരിക്കുന്ന സമയത്ത് ഇത് എന്ത് ചെയ്തിട്ട് കടയിൽ ന്യായമായ കച്ചവടം ഉണ്ടായിരുന്നോ? കടയിൽ അത്യാവശ്യം കച്ചവടമുണ്ട്, പക്ഷെ നമുക്ക് റോൾ ചെയ്യാൻ പറ്റുന്നില്ല കാര്യങ്ങൾ. കാര്യം നമുക്ക് കിട്ടുന്നതെല്ലാം അവിടെ തന്നെ പോകുന്നു. 1 രൂപ പോലും, ഞാൻ ശരിക്കും പറഞ്ഞാൽ ഒരു 10 രൂപ പോലും എടുക്കാൻ പറ്റാത്ത സിറ്റുവേഷൻസൊക്കെ ഈ കട ഉണ്ടെങ്കിൽ പോലും ഞാൻ ഫേസ് ചെയ്തിട്ടുണ്ട്. അപ്പോഴൊക്കെ ഞാൻ ജീവിതമായി പറയും, വൈഫിൻ്റെ അടുത്ത് പറയും, ഇതാണ് നമ്മുടെ അവസ്ഥ എന്നൊക്കെ പലപ്പോഴും ചില സമയത്ത് ചെറുതായിട്ടൊക്കെ ഷെയർ ചെയ്തു. അവരും കൂടുതൽ വിഷമിക്കാതിരിക്കാൻ പലപ്പോഴും പല കാര്യങ്ങളും ഷെയർ ചെയ്യാറില്ലായിരുന്നു. പക്ഷെ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഭയങ്കരമായ ക്രൂഷ്യലായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ കടന്നു വന്നു. ജീവിതത്തിൽ നിൽക്കാൻ പറ്റാത്ത രീതിയിൽ സാമ്പത്തിക കടഭാരം കടന്നു വന്നു. അപ്പോൾ ബ്രദർ നേരത്തെ ചോദിച്ച ചോദ്യം, അതിന് മുന്നോടിയായിട്ട് ഞാൻ അതിനുള്ള ആൻസർ തരാം. ഇപ്പം നമ്മൾ ദൈവത്തോട് ആലോചന ചോദിച്ചു, പ്രാർത്ഥിച്ചു, പള്ളിയിൽ പോകുന്നു, കുർബാന ചൊല്ലുന്നു, കുർബാനയ്ക്ക് പോകുന്നു, ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുന്നു, എല്ലാം ചെയ്തിട്ടും നമുക്കെന്തേ ഇത്രയും പ്രശ്നങ്ങൾ വന്ന്? ബ്രദറെ, നമ്മൾ എത്ര വിശ്വസ്തനാണെന്ന് ദൈവം ചില സമയത്ത് പരീക്ഷിക്കുന്ന ഒരു കാലഘട്ടമുണ്ട്. ഞെരുക്കുന്ന ദൗർഭാഗ്യങ്ങളിൽ ശാന്തത കൈവെടിയരുത്. സ്വർണം അഗ്നിയിൽ ശുദ്ധി ചെയ്യപ്പെടുന്നത് പോലെ സഹനത്തിൻ്റെ ചൂളയിൽ കർത്താവിന് സ്വീകാര്യരായ മനുഷ്യ. പ്രഭാഷകൻ 2 പറയുന്നത് പോലെ ശരിക്കും ദൈവം എന്നെ
ഇങ്ങനെ ഒരു ശരിക്കും ഇങ്ങനെ ഉടച്ചു വാർക്കുകയായിരുന്നു എൻ്റെ ഈ 4.5 വർഷം. ഞാൻ അതിൽ പറയാനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണം, ഞാൻ ഒരു ദിവസം എനിക്ക് ഇനി ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിൽ എൻ്റെ ജീവിതം തന്നെ അവസാനിപ്പിക്കണം എന്ന് പറഞ്ഞ ഒരു കാലഘട്ടത്തിലൂടെ കടന്നുപോയ ഒരാളാണ് ഞാൻ. എൻ്റെ വൈഫിൻ്റെ അടുത്ത് പോലും പറയാം, ഞാൻ ഇവിടെ നിന്ന് രാവിലെ തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷനിൽ പോയി ഒരു ടിക്കറ്റ് എടുത്തിട്ട് ഈ ട്രെയിനിൽ പോയി എവിടെയെങ്കിലും പോയി എന്തെങ്കിലുമൊക്കെ ചെയ്ത് ഇനി ജീവിക്കാൻ പറ്റാത്ത ഒരു സിറ്റുവേഷനിൽ കൂടെ പോയ ആളാണ് ഞാൻ. പക്ഷേ പകുതി എറണാകുളം നോർത്ത് റെയിൽവേ സ്റ്റേഷനിൽ എത്തിയ സമയത്ത് എൻ്റെ ഉള്ളിൽ ആരോ പറയുകയാണ്, ഇയാൾ ഫോൺ ഓൺ ചെയ്യും. ഞാൻ ജപമാല ചൊല്ലിയാണ് ട്രെയിനിൽ മരിക്കാൻ പോവുകയാണ് ഞാൻ. നമുക്ക് പുറത്ത് പറയുമ്പോൾ മരിക്കാൻ പോകുന്നത് ഞാൻ ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചാണ് എറണാകുളത്ത് എത്തിയപ്പോൾ 4ാമത്തെ വലിയ വിരോധാഭാസമാണല്ലോ ഈ മരിക്കാൻ പോകുന്നയാളും. മരിക്കാൻ പോകുന്നത് ഞാൻ ഒന്ന് ആലോചിച്ചു നോക്കാം. അപ്പം 4ാമത്തെ കൊന്ത ആത്മഹത്യ ചെയ്യണമെന്നുള്ള പ്രേരണ ഉള്ളിലുണ്ട്. അന്ന് മരിക്കണമെന്ന് കാര്യം എനിക്ക് കടബാധ്യത മാറ്റാൻ പറ്റത്തില്ലെന്ന് ഞാൻ പൂർണ്ണമായിട്ട് വിധി എഴുതി മരിക്കാൻ. അപ്പം ഞാൻ കൊന്ത ട്രെയിനിൽ കയറി ട്രിവാൻഡ്രം സ്റ്റാർട്ട് ചെയ്ത ആ സമയം തൊട്ട് ഞാൻ ജപമാല കയ്യിലെടുത്ത് കൊന്ത ചൊല്ലി പോവുക. 4ാമത്തെ കൊന്ത ചേർന്നപ്പോൾ ഒരു ലേഡി ഒരു സ്ത്രീ എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ പറയുകയാണ്, നീ ഫോൺ ഓൺ ചെയ്യും, നീ ഇവിടെ ഇറങ്ങ് എന്നുള്ള അതിശക്തമായിട്ടുള്ള ഒരു പ്രേരണ എനിക്ക് കിട്ടുക. അപ്പോൾ ഞാൻ ഉടനെ എന്നെ അവിടെ ഇറങ്ങി ഒരു നാരങ്ങ വെള്ളം കുടിച്ചു, ഫോൺ ഓൺ ചെയ്തു. അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് വിളിച്ചിട്ട് പറഞ്ഞു, സജി എവിടെ ഉണ്ട്, രാവിലെ തൊട്ട് വിളിക്കും. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ ഇവിടെ ഇല്ല, ഞാൻ പുറത്താണ്. അപ്പോൾ അവൻ പറഞ്ഞു, കള്ളം പറയാതെ സ്ഥലത്ത് കറക്റ്റ് എവിടെ ഉണ്ടെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ എറണാകുളത്താണെന്ന് പറഞ്ഞു. പറഞ്ഞു എന്താ? ഞാൻ പറഞ്ഞു, ഇവിടെ ഒരു ആവശ്യമായിട്ട് വന്നതാണ്. അല്ല സജി എത്രയും പെട്ടെന്ന് ഇവിടെ തിരിച്ചു വരണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഞാൻ നോക്കട്ടെ വരാമെന്നൊക്കെ പറഞ്ഞ് ഫോൺ കട്ട് ചെയ്തു കഴിഞ്ഞപ്പോൾ എനിക്ക് അവിടെ ഇരിക്കാനും പറ്റാത്ത ഒരവസ്ഥ. എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ നീ തിരിച്ചു പോകണം, നീ മരിക്കേണ്ട ആളല്ല, നീ തിരിച്ചു പോകണം എന്നുള്ള അതിശക്തമായിട്ടുള്ളൊരു പ്രേരണ എനിക്ക് കിട്ടുകയാണ്. ഞാൻ അങ്ങനെ അന്ന് പിന്നെ ട്രെയിൻ നോക്കുമ്പോൾ എറണാകുളത്ത് വേറെ ട്രെയിൻ രാത്രി വരാനില്ല. അങ്ങനെ ഒരു ഓൾവോ ബസ് KSRTC സ്റ്റാൻഡിൽ പോയി ഒരു ബസ്സിൽ കയറി നേരെ ഞാൻ വീട്ടിൽ വരുമ്പോൾ ഏകദേശം 2-2:30 മണിയായി. ഇതിനിടയ്ക്ക് ഒരു വിളി പോലും ഞാൻ എൻ്റെ ഭാര്യയെ വിളിച്ചിട്ടില്ല. ഭാര്യയുടെ വീട്ടിൽ ഭാര്യ അന്വേഷിക്കുന്നില്ലേ? ഭാര്യയ്ക്ക് അവൾക്കറിയാം കടയുമായിട്ട് എന്തെങ്കിലും ആവശ്യമായതുകൊണ്ടായിരിക്കും ഇത്ര ലേറ്റാണ്. ഞാൻ അവിടെ ചെന്ന് കയറുമ്പോൾ ഭാര്യയുണ്ട്. വീട്ടിൽ ചെന്ന് കയറി 2-2:30 മണിയാകുമ്പോൾ ഭാര്യയുണ്ട്. എൻ്റെ അടുത്ത് ചോദിച്ചു, ഇത്ര നേരം എവിടെയായിരുന്നു? ഫോൺ വിളിച്ച സുഹൃത്തിനെ കണ്ടില്ലേ? സുഹൃത്തിനെ രാത്രി കണ്ടില്ല. അവരുടെ അടുത്ത് പറഞ്ഞു നാളെ കാണണമെന്ന് പറഞ്ഞിട്ട് അവൻ ഫോൺ വെച്ചതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു നാളെ കാണാമെന്ന് പറഞ്ഞ് വെച്ചതാണ്. അപ്പോൾ ഭാര്യ ചോദിച്ചു, ഇത്രയും സമയം എവിടെയായിരുന്നു ചോദിച്ചു. അപ്പോൾ എനിക്കൊന്നും, ഞാനിവിടെ പൊട്ടി നിൽക്കുകയാണ്, ഉള്ളിൻ്റെ ഉള്ളിൽ ഇങ്ങനെ പൊട്ടി നിൽക്കുന്ന സമയത്ത് ഞാൻ അവളെ പിടിച്ച് കട്ടിലിരുത്തിയിട്ട് ഞാൻ പറഞ്ഞു, നമ്മുടെ അവസ്ഥ ഇതാണിപ്പോൾ. ശരിക്കും ഞാൻ എൻ്റെ റിയൽ ലൈഫ് കടബാധ്യതയും പ്രശ്നങ്ങളെല്ലാം അവളുടെ അടുത്ത് അങ്ങ് പറഞ്ഞു. അതുവരെ ഇത്രയും ബാധ്യതകളുണ്ടെന്ന് പറഞ്ഞു അറിയാം. സ്വർണ്ണങ്ങളെല്ലാം വൈഫിന് അറിയാം, ഇതെല്ലാം പണയത്തിലാണെന്നുള്ള കാര്യങ്ങൾ അറിയാം. സ്വർണ്ണങ്ങൾ പലരെയും വാങ്ങിച്ചു വെച്ചിരിക്കുന്നതല്ല, ഇതൊക്കെ എങ്ങനെ എടുത്തു കൊടുക്കുമെന്ന് പോലും പലപ്പോഴും എന്നോട് ചോദിക്കാറുണ്ട്. ഞാൻ പറഞ്ഞാൽ എല്ലാം ശരിയാകും, ദൈവം എല്ലാം ശരിയാക്കും എന്നുള്ള ഒരു കോൺഫിഡൻറ്റ് വൈഫിന് കൊടുത്ത് വൈഫിനെ എങ്ങനെ ശാന്തമാക്കി നിർത്തിയിരിക്കാം. അന്ന് രാത്രിയാണ് ശരിക്കും ഞങ്ങൾ രണ്ടുപേരും കട്ടിലിരുന്ന് ചങ്കു പൊട്ടി പരസ്പരം ഷെയർ ചെയ്ത് കരഞ്ഞ് പ്രാർത്ഥിക്കുന്ന സമയം. അതിന് വൈഫ് എൻ്റെ അടുത്ത് പറഞ്ഞൊരു കാര്യമുണ്ട്, എല്ലാം ഈശോ ശരിയാക്കും. തോളിൽ കൈയിട്ടിട്ട് പറഞ്ഞു, എല്ലാം ഈശോ ശരിയാക്കും എന്ന് പറഞ്ഞ് ഞാൻ അന്ന് കരച്ചിൽ നിർത്തിയതാണ്. പിന്നെ അതിനുശേഷം ഞാൻ ഇതിനു വേണ്ടി കരഞ്ഞിട്ടില്ല. അപ്പോഴും നമുക്ക് പ്രശ്നങ്ങളുണ്ട്. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് നമുക്കറിയാമല്ലോ നമ്മുടെ ബിസിനസ്സിൻ്റെ കുറവ് നമ്മുടെ പ്രശ്നമാണോ, നമ്മൾ വല്ലതും ചെയ്തു. അപ്പോൾ നമ്മൾ സ്പിരിച്വലായിട്ട് പ്രാർത്ഥിക്കുന്നവരാകുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ ചിന്തിക്കും. അങ്ങനെ ഞാൻ വൈഫും കൂടെ കാർമൽ മൗണ്ട് ചെത്തിപ്പുഴ ധ്യാന കേന്ദ്രത്തിൽ ഒരു ധ്യാനം കൂടി. ഈ സമയമൊക്കെ കട നടക്കുന്നുണ്ട്, നമ്മുടെ ഫാമിലീസിലെ ആൾക്കാർ നോക്കുന്നുണ്ട്. എങ്കിലും നമ്മൾ ഒരു 4 ദിവസത്തെ ഒരു ധ്യാനത്തിന് ചെത്തിപ്പുഴ കാർമൽ മൗണ്ട് ധ്യാന കേന്ദ്രത്തിൽ ഒരു ധ്യാനത്തിന് പോയി. ശരിക്കും അത് നമ്മളെ വളരെയധികം സ്വാധീനിച്ച ഒരു റിട്രീറ്റായിരുന്നു. അവിടെ വെച്ച് നമ്മളൊരു ബ്രദറിനെ പരിചയപ്പെട്ടു. ബ്രദറുമായിട്ട് ഭയങ്കര ബന്ധത്തിലായി. ബ്രദർ വഴിയാണ് ശരിക്കും ബ്രദർ എൻ്റെ ജീവിതത്തിലെ പല പ്രശ്നങ്ങളിലും ബ്രദർ ഇടപെട്ടിട്ടുണ്ട്. പല പ്രശ്നങ്ങളിലും. ഇപ്പം ഞാനിപ്പം ശരിക്കും പറഞ്ഞാൽ ജീവിതത്തിൽ എന്ത് ചെയ്യണമെന്ന് അറിയാതെ നിന്ന് ഈ കാലഘട്ടത്തിൽ പല പ്രശ്നങ്ങളുടെ നടുവിൽ ഞാൻ ബ്രദറിനെ വിളിക്കാറുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോൾ ഈ തകർന്ന് തരിപ്പണമായി നിൽക്കുന്ന സമയത്ത് ഞാൻ ബ്രദറിൻ്റെ അടുത്ത് പറഞ്ഞു, ബ്രദറെ ഞാനിങ്ങനെ മുങ്ങിത്താന്ന് നിൽക്കുകയാണ്, എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. ബ്രദർ വന്നൊന്ന് പ്രാർത്ഥിക്കാമോ? എനിക്കവിടെ ബ്രദർ പറഞ്ഞു ഇങ്ങനെയാണ്, സജി ഞാനൊരു കാര്യം ചെയ്യും, ഒരാഴ്ച നമുക്ക് 2 പേർക്ക് ഇരുന്ന് പ്രാർത്ഥിക്കാം. സജിയും പ്രാർത്ഥിക്കാം, ഞാനും പ്രാർത്ഥിക്കാം. അങ്ങനെ എൻ്റെ മനസ്സിൽ ഇത് 4.5 വർഷം അല്ലെങ്കിൽ 5 വർഷം ആയപ്പോഴേ എൻ്റെ മനസ്സിൽ പണ്ട് ഞാൻ നടത്തുന്ന സമയത്തുള്ളൊരു ചിന്ത കടന്നു വന്നു. കുറച്ച് നാളെ ഈ കട നടത്താവും. ആ കട നടത്തുന്ന പീരീഡ് എന്ന് ദൈവം എന്നെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ജീവിതത്തിൻ്റെ
പല ഭാഗങ്ങളും പഠിപ്പിക്കുകയായിരുന്നു. പല സ്ട്രഗിൾസിലൂടെ, പല പ്രശ്നത്തിലൂടെ എന്നെ കൊണ്ടുപോയി. അവിടെ നിന്നൊക്കെ ദൈവം എന്നെ കൈപിടിച്ച് ഉയർത്തിയിട്ടുണ്ട്. ഞാൻ മരിക്കാൻ പോയ എന്നെ ഞാനിപ്പം ചിന്തിക്കുന്നുണ്ട്, പരിശുദ്ധ അമ്മയുടെ ആ സ്വരമാണ് ഇപ്പോഴും എന്നെ ഈ പിടിച്ച് നിർത്തിയെന്നുള്ള കാര്യം ഞാനിപ്പോൾ ചിന്തിക്കുന്നുണ്ട്. അപ്പം ഇത്രയും പ്രശ്നത്തിലൂടെ പോകുന്ന ഞാനിങ്ങനെ ബ്രദറിൻ്റെ അടുത്ത് പറഞ്ഞ നമുക്ക് ഒരാഴ്ച എന്ന് പ്രാർത്ഥിക്കാം. പ്രാർത്ഥനയിലൂടെ മാത്രമേ നമുക്ക് ദൈവത്തിൻ്റെ സ്വരം തിരിച്ചറിയാൻ പറ്റത്തുള്ളൂ. അങ്ങനെ പ്രാർത്ഥിച്ചു. അതിൻ്റെ ഫലമായിട്ട് ഞാൻ ബ്രദർ അങ്ങനെ ഒരു ദിവസം എന്നെ വിളിച്ചു, സജി, ഈശോ ഒരുപാട് പേരെ പല കാര്യങ്ങൾക്കും വിനിയോഗിക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ അടുത്ത് ആ ബ്രദർ പറഞ്ഞൊരു പോയിന്റ് അതേ കണക്ക് പറയാം. തിരുവനന്തപുരത്ത് പൊറോട്ടയും ബിരിയാണിയും ചിക്കനും മീനും ഒക്കെ കൊടുക്കാൻ ഇഷ്ടംപോലെ പേരുണ്ട്. ഈശോയെ കൊടുക്കാൻ റെഡിയാണോ? രണ്ടും കൽപ്പിച്ച് ഇറങ്ങാൻ പറഞ്ഞു. ഇത് കേൾക്കുമ്പോൾ നമുക്ക് എളുപ്പമാണ്. 40 ലക്ഷം രൂപ, 45 ലക്ഷം രൂപ കടബാധ്യതയും നടുവിൽ നിൽക്കുമ്പോൾ ഈശോയെ കൊടുക്കാൻ ഇറങ്ങാൻ പറയുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ട് കേൾക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഒരാവേശം തോന്നുമായിരിക്കും. പക്ഷേ തിരിച്ച് ഒന്ന് ചിന്തിക്കുമ്പോൾ ഞാൻ തകർന്നു നിൽക്കുന്ന സമയമാണ് ഒരാൾ എൻ്റെ അടുത്ത് പറയുന്നത്. നമ്മൾ ബ്രദറെ, ഇതെങ്ങനെ പറ്റും, എൻ്റെ അവസ്ഥ കൂടുതൽ ഈശോ നോക്കിക്കോളും എന്ന് പറഞ്ഞു. അപ്പം ഞാനും ശരിക്കും ഞാൻ വൈഫിൻ്റെ അടുത്ത് പറഞ്ഞു, ഞങ്ങളങ്ങനെ രാത്രി ഇരുന്ന് പ്രാർത്ഥിച്ച് ഞാൻ പറഞ്ഞു, ഇതാണ് നമ്മുടെ അവസ്ഥ, ഇത്ര ലക്ഷം രൂപ കടമുണ്ട്, ഇതെങ്ങനെ നീട്ടുന്നു. പക്ഷെ ഇങ്ങനെയാണ് എൻ്റെ മനസ്സിൽ. ഞാൻ ഒരു 2 ആഴ്ച ഒരു സ്ഥലത്ത് പോയിരുന്നു പ്രാർത്ഥിക്കാൻ പോവുകയാണ്. കാര്യം ഞാൻ ഹോട്ടൽ ഫീൽഡ്, എനിക്ക് നല്ലപോലെ തന്നെ വൈഫ് അത് കണക്ക് തന്നെ MCOM കാരിയാണ്. ഒരുപാട് അക്കൗണ്ട്സ് മേഖലകളൊക്കെ കൈകാര്യം ചെയ്യുന്ന ആളാണ്. അപ്പോൾ ആ മേഖലയിൽ ജോലി ചെയ്യുന്നുണ്ട്. വലിയ ശമ്പളം ഇല്ലെങ്കിലും ജോലി ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിനിടയ്ക്ക് ഞാൻ പറയുകയാണ്, ഞാനൊരു 2 ആഴ്ച ഒരിടത്ത് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. കട അതിനിടയ്ക്ക് നടക്കുന്നുണ്ട്. കട നടന്നോളൂ, ഞാനില്ലെങ്കിലും കട നടന്നോളൂ. അങ്ങനെ ഞാൻ 2 ആഴ്ച ഒരു സ്ഥലത്ത് ഒരു ധ്യാന കേന്ദ്രത്തിൽ പ്രാർത്ഥിക്കാനായിട്ട് പോകുന്ന സമയത്ത് അവിടെ ചെന്നു. എന്നെ അവർ ഭയങ്കരമായിട്ട് വെൽക്കം ചെയ്തു. ഞാനവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുക. കാര്യം എൻ്റെ പ്രശ്നങ്ങൾ നീറുന്ന പ്രശ്നങ്ങളാണ്. 40 ലക്ഷം രൂപ കടബാധ്യത ഒരു സ്ഥലത്ത്, വേറൊരു സ്ഥലത്ത് ഈശോയ്ക്ക് വേണ്ടി ഇറങ്ങണം. എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. ആഗ്രഹമുണ്ട് ഈശോയ്ക്ക് വേണ്ടി ഇറങ്ങണം എന്നുള്ള ചിന്ത ഉണ്ട്. പക്ഷേ ഈ കടബാധ്യത നമ്മളെ ബാക്കി വലിക്കുന്നു. ജീവിതത്തിൽ എന്ത് ചെയ്യണമെന്നറിയാതെ തകർന്നു നിൽക്കുന്ന സമയം. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ആ ധ്യാന കേന്ദ്രത്തിൽ ഞാനൊരു 3 ദിവസം ആരുമായിട്ട് ഒരു ബന്ധവുമില്ല. ഞാനിത് പ്രാർത്ഥന മാത്രം, വേറെ ഒന്നുമില്ല. പക്ഷെ ആ പ്രാർത്ഥനയിലൂടെ ഒരുപാട് ദൈവിക സ്വരങ്ങളും ദൈവിക ദർശനങ്ങളൊക്കെ ഞാൻ കാണാനായിട്ട് ഇടയായിട്ടുണ്ട്. എനിക്ക് പ്രാർത്ഥിക്കുന്നതിന് ഒരു മടിയില്ല. എത്ര സമയം വേണമെങ്കിലും ഞാനിന്ന് പ്രാർത്ഥിച്ചോളൂ. അതെനിക്കൊരു ദൈവം തന്നൊരു കൃപയായിട്ട് ഞാൻ ഇപ്പോഴത് കണക്കാക്കുന്നുണ്ട്. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് അവിടുത്തെ ധ്യാനകേന്ദ്രത്തിലെ അച്ഛൻ വിളിക്കുന്നെന്ന് പറഞ്ഞൊരു സിസ്റ്റർ വന്ന് എന്നെ കൈ തൊട്ടിട്ട് പറഞ്ഞു, അച്ഛൻ വിളിക്കുന്നെന്ന് പറഞ്ഞു. അങ്ങനെ എനിക്ക് അച്ഛൻ എവിടെയാണോ എന്താണോ ഒന്നും അറിയത്തില്ല. ഞാൻ അവിടെ നേരെ ഇറങ്ങി. അപ്പോൾ ഒരു സിസ്റ്റർ പറഞ്ഞു, നേരെ അങ്ങോട്ട് പോയാൽ മതി, അവിടെ ഒരു വീടുണ്ട്, അതിൻ്റെ അകത്ത് അച്ഛനുണ്ട്, അച്ഛൻ വിളിച്ചോളൂ എന്ന് പറഞ്ഞു. ഞാൻ അവിടെ ചെല്ലുമ്പോൾ എനിക്ക് ഞാൻ ഇതുവരെ കണ്ടിട്ട് പോലും ഇല്ലാത്ത അച്ഛൻ, ഒരു പരിചയമില്ലാത്ത അച്ഛൻ. ആ ചേട്ടാ എന്നൊരു വിളി വന്നു. ഞാൻ ആ അച്ഛൻ്റെ അടുത്ത് പോയി കുറച്ച് നേരം ഇരുന്നു. കാര്യങ്ങളൊക്കെ, ജീവിതത്തിൻ്റെ അവസ്ഥകൾ, സിറ്റുവേഷൻസ് എല്ലാം പറഞ്ഞു. അപ്പം അച്ഛനും പ്രാർത്ഥിച്ചിട്ട് ഒറ്റ കാര്യം പറഞ്ഞുള്ളൂ, ചേട്ടൻ വീട്ടിൽ പോയിട്ട് ചേച്ചിയും വിളിച്ചിട്ട് ഇങ്ങോട്ട് പോകുന്നേക്ക്. അപ്പോൾ ഞാൻ പറഞ്ഞു, അച്ഛാ ഇതാണ് എൻ്റെ. അതെല്ലാം ഈശോ നോക്കിക്കുന്നു. ഇത് നമ്മൾക്ക് പറയാൻ എളുപ്പമാണ്. ഇത് ഞാൻ എൻ്റെ ജീവിതത്തിൽ ഈ സമയം അനുഭവിച്ച മാനസികാവസ്ഥ, ഒന്ന് ഇത്രയും കടം, ഒന്ന് വൈഫിൻ്റെ വീട്ടിൽ ഇത് പറയണം, എൻ്റെ വീട്ടിൽ ഇത് പറയണം, ഇത്രയും സ്ഥാപനങ്ങൾ നടത്തി ഇതെല്ലാം ഇട്ടിട്ട് ഞാൻ ഇങ്ങനെ പോകുന്നു എന്ന് പറയുമ്പോൾ ഒരിക്കലും ഇവർ സമ്മതിക്കില്ലെന്നുള്ള ചിന്ത എനിക്കുണ്ട്. ഞാൻ അവിടെ ഇരുന്ന് ട്രെയിനിൽ ഉടനെ തന്നെ അച്ഛൻ പറഞ്ഞതനുസരിച്ച് ഞാൻ വീട്ടിലേക്ക് വന്നു. ആ ട്രെയിനിൽ ഇരുന്നൊക്കെ ഈ ഒരു നിയോഗങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിച്ചു. ഞങ്ങളുടെ 2 പേരെയും പാരൻസിനെ സമർപ്പിച്ച് പ്രാർത്ഥിച്ചു. എൻ്റെ വീട്ടിൽ പറഞ്ഞപ്പോൾ ആദ്യം വലിയ പോസിറ്റീവായിട്ടുള്ള മറുപടിയൊന്നുമില്ല. അവർ ഇത്രയും കടം വീട്ടുകാർക്ക് എല്ലാവരും ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു, ഇത്ര കടമുണ്ട്, ഇതെല്ലാം ഞാൻ മതിയാക്കാൻ പോവുകയാണ്, ഞാൻ ഇന്നത് കണക്ക് പോവുകയാണ് എന്ന് പറഞ്ഞപ്പോൾ ആദ്യം കുറേ വിഷമങ്ങളൊക്കെ ഉണ്ടെങ്കിലും പിന്നീട് അവർ സമ്മതിച്ചു. ഇതിന് 2ാമത്തെ വിഷയം, വൈഫിൻ്റെ വീട്ടിൽ സമ്മതിക്കണം. അങ്ങനെ ഞങ്ങൾ ഇരുന്ന് ഒരു ദിവസം രാത്രി കുടുംബ പ്രാർത്ഥന. കാര്യം എന്നെ ഒരുപാട് സ്ട്രൈക്ക് ചെയ്തിട്ടുള്ള മാതാപിതാക്കളാണ് വൈഫിൻ്റെ അച്ഛനും അമ്മയും. മണിക്കൂറുകളോളം ഇരുന്ന് പ്രാർത്ഥിക്കുന്നവർ, 3 മണിക്കും 2 മണിക്കും ഒക്കെ ഇരുന്ന് പ്രാർത്ഥിക്കുന്നവരെ വെളുപ്പിനെ. അപ്പോൾ ഞങ്ങൾ പ്രാർത്ഥന കഴിഞ്ഞ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാനിങ്ങനെ എൻ്റെ മനസ്സിലൊരു ആശയം പറഞ്ഞു. അമ്മച്ചിയുടെ അടുത്ത് അപ്പച്ചൻ്റെ അടുത്ത് പറഞ്ഞു, അപ്പോൾ അമ്മച്ചി ഇങ്ങനെയാണ്, ഞങ്ങൾ 2 പേരും ഇന്ന സ്ഥലത്ത് പോവുകയാണ്, ബിസിനസ്സൊക്കെ നിർത്തി പ്രാർത്ഥനയ്ക്ക് ഇറങ്ങാൻ പോവുകയാണ്, ബിസിനസ്സൊക്കെ നിർത്തി പ്രാർത്ഥനയ്ക്ക് പോവുകയാണ്. കഴിച്ചുകൊണ്ടിരുന്നവരെല്ലാം 1 മിനിറ്റ് സൈലൻ്റായി, പരിപൂർണ്ണ നിശബ്ദതയിലായി, എന്ത് ചെയ്യണമെന്ന് അറിയാതെ.
ഉടനെ അമ്മച്ചി പറഞ്ഞ ഒരൊറ്റ വാക്കുണ്ട്. വൈഫിൻ്റെ ഒരു അനിയത്തി സിസ്റ്ററാണ്, കന്യാസ്ത്രീയാണ്, മിഷൻ മേഖലകളിലാണ്. അപ്പം പറഞ്ഞു, മോനെ എന്തായാലും എൻ്റെ ഒരു മോളെ ഞങ്ങൾ ഈശോയ്ക്ക് കൊടുത്തു. ഇനി എൻ്റെ 2 മക്കളും ഈശോയ്ക്ക് വേണ്ടി പോയാലും ഞങ്ങൾക്ക് ഒരു കുഴപ്പമില്ല. അതുകൊണ്ട് നിങ്ങൾ 2 പേരും ധൈര്യമായിട്ട് പോയിക്കോ. ശരിക്കും അത് എന്നെ കണ്ണ് നനയിപ്പിച്ചു. ഞാൻ 40-45 ലക്ഷം രൂപ കടത്തിൽ നിൽക്കുമ്പോൾ ഞാൻ ബൈബിൾ എടുത്തിട്ടാണ് വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത്. വേറെ ഒന്നും എനിക്കില്ല, എൻ്റെ കയ്യിൽ ഒന്നുമില്ല. ഞാനും എൻ്റെ വൈഫ് ജോലിയെല്ലാം കളഞ്ഞു. ഞാനും എൻ്റെ എല്ലാം പറക്കി എല്ലാം മാറ്റിയിട്ട് ബിസിനസ്സും പൂട്ടി, എല്ലാം പൂട്ടി. കുറച്ച് ഈ തൊഴിലാളികളൊക്കെ എന്ത് ചെയ്തു? തൊഴിലാളികൾ എൻ്റെ കടയിലുള്ളൊരു പ്രത്യേകത എന്ന് പറയുന്നത് 4.5 വർഷവും ഒരു സ്റ്റാഫ് തന്നെയാണ്. വേറെ ഒരാൾ പോലും മാറിപ്പോയിട്ടില്ല. ഒറ്റ സ്റ്റാഫ് പോലും മാറിപ്പോയിട്ടില്ല. അവരാരും ഒരു പ്രശ്നവും പറഞ്ഞില്ല, അവരാരും ഒന്നും പറഞ്ഞില്ല. അവരെല്ലാവരും എൻ്റെ കൂടെ തന്നെ ഞാൻ പറഞ്ഞ മതിയൊക്കെയാണ് എന്നൊക്കെ പറഞ്ഞു. അപ്പം കാര്യങ്ങളൊക്കെ പറഞ്ഞു, ഇതാണ് എൻ്റെ അവസ്ഥ. അവരൊന്നും പറഞ്ഞില്ല. ഓക്കെ ചേട്ടാ എന്ന് തന്നെയാണ് അവർ പറഞ്ഞത്. അവർക്ക് ആർക്കും ഒരു ബുദ്ധിമുട്ടില്ല. ഇടയ്ക്ക് ഒരു കാര്യം ചോദിക്കട്ടെ, നമ്മൾ ഈ ബിസിനസ് ആരംഭിക്കുന്നതിന് മുമ്പ് പ്രാർത്ഥിച്ചപ്പോൾ ഒരു സന്ദേശം കിട്ടിയിരുന്നെന്ന് പറയുന്നു, ചുരുങ്ങിയ കാലത്തേക്ക് ബിസിനസ് ഉള്ളൂ. ഓക്കെ. അപ്പം ഈ ചുരുങ്ങിയ നാളത്തേക്ക് ഉള്ളൂ എന്നുള്ള ഒരു ചിന്ത നമ്മുടെ ഉള്ളിൽ കിടപ്പുണ്ട് ഈ ബിസിനസ് തുടങ്ങിയപ്പോൾ തന്നെ. ഓക്കെ. അപ്പം അതുകൊണ്ട് തന്നെ നമ്മളറിയാതെ നമ്മുടെ ഉപബോധ മനസ്സിൽ ഇങ്ങനെ ഒരു ചിന്തയുണ്ട് എപ്പോഴും, ഇതധികം കാലം മുന്നോട്ട് പോവില്ല, ഇതധികം കാലം മുന്നോട്ട് പോവില്ല. ഓക്കെ. അപ്പം അങ്ങനെ ഒരു ചിന്ത നമ്മളെ നയിക്കുന്നത് കൊണ്ട് അതിങ്ങനെ ക്രമേണ ഈ വലിയ നഷ്ടത്തിലേക്ക് കൂപ്പുകുത്തി അവസാനം അത് അവസാനിപ്പിച്ചതല്ല എന്ന് പറയാൻ പറ്റുമോ? ഉറപ്പായിട്ടും പറയാൻ പറ്റും. കാരണം ഈ ചിന്ത ഉണ്ടെങ്കിൽ ഞാൻ ഇത്രയും ഹാർഡ് വർക്ക് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. ഇത്രയും വർഷം കുറച്ച് നാളെ ഈ കട നടത്താവൂ എന്ന് പറഞ്ഞൊരു ചിന്ത എൻ്റെ ഉള്ളിലുണ്ടെങ്കിൽ ഞാൻ ഇത്രയും കടം വാങ്ങിക്കേണ്ട ആവശ്യമില്ല, ഇത്രയും ഹാർഡ് വർക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. ഞാൻ ഒന്ന് ആലോചിച്ചു, 24 മണിക്കൂറിൽ എൻ്റെ ജീവിതത്തിൽ 4.5 മണിക്കൂർ 5 മണിക്കൂർ ഞാൻ ഉറക്കത്തിന് വേണ്ടി മാറ്റി വെച്ചിട്ടുള്ളൂ. എൻ്റെ വീട്ടിലെ ഒരു കാര്യത്തിന് വേണ്ടി ഞാൻ സമയം മാറ്റി വെച്ചിട്ടുള്ളൂ, എൻ്റെ ഈ ഹോട്ടലിന് വേണ്ടി അല്ലാതെ. അപ്പോൾ ഇത്രയും എഫേർട്ട് എടുക്കേണ്ട ആവശ്യം എനിക്കില്ല, ഇത്രയും എഫേർട്ട് എടുക്കേണ്ട ആവശ്യമില്ല. പക്ഷെ ഞാൻ ആത്മാർത്ഥമായിട്ട് കാര്യം ചങ്ക് പൊട്ടി തന്നെയാണ് അതിനുവേണ്ടി വർക്ക് ചെയ്തത്. കാര്യം എനിക്ക് അറിയാതെ. പക്ഷേ എനിക്ക് ലാഭം ഉണ്ടായിരുന്നു വെച്ചാൽ ലാഭം ഉണ്ടായിരുന്നു. പക്ഷേ ഈ ലാഭം കിട്ടുന്ന പൈസ എല്ലാം ഞാൻ പോലും അറിയാതെ എൻ്റെ കടബാധകൾക്ക് പൊയ്ക്കൊണ്ടിരുന്നു. ഒരു ദിവസം ഇത്ര രൂപ വെച്ച് ഞാൻ മാറ്റിക്കൊണ്ടിരുന്നു. എല്ലാം വാടകയ്ക്കാണ്, ഷോപ്പ് സഹിത വാടക, അതിന് നമ്മൾ പൈസ കൊടുക്കണം. പിന്നെ നമ്മൾ പലിശയ്ക്ക് വാങ്ങിച്ചു വരും, മറ്റേ കാര്യങ്ങൾക്കൊക്കെ വാങ്ങിച്ചവരുണ്ട്. ഇന്ന് ശരിയാകും, നാളെ ശരിയാകും. ഇത് തന്നെയാണ് ബിസിനസ്സുകാരുടെ ഒരു പ്രശ്നം. ഇന്ന് ശരിയാകും, നാളെ എല്ലാം കൂടെ ശരിയാകും എന്നുള്ള ചിന്തകളായിരുന്നു. ഓരോ പ്രാവശ്യവും ഇങ്ങനെ ചിന്തകൾ ഒരു KSF ചിട്ടി, അല്ലെങ്കിൽ മറ്റ് കോപ്പറേറ്റീവ് ബാങ്കുകളിലെ ചിട്ടി, അങ്ങനെ പല പ്രശ്നങ്ങളിനിടയ്ക്ക് വന്നു. ഒന്നും നമുക്ക് പറ്റാതാവുന്നു, നമ്മൾ അവസാനം ഒരുമിച്ച് അടയ്ക്കുന്നു, അത് വേറെ ബൾക്കായിട്ടൊരു പൈസ വാങ്ങിക്കുന്നു, വീണ്ടും കൊണ്ട് അടയ്ക്കുന്നു. അങ്ങനെയൊക്കെയാണ് നമ്മൾ തകർന്നു പോയി. ഇത്രയും കടം കയറി വന്നത് അങ്ങനെയാണ്. അല്ല നമ്മൾ ശ്രമിക്കാതിരുന്നിട്ടില്ല. ഇത് ഇത്രയും വർഷം എന്ന് പറഞ്ഞാൽ നമ്മൾ മിണ്ടാതിരിക്കുന്നില്ല, നമ്മളും അതിനൊപ്പം ഹാർഡ് വർക്ക് ചെയ്യണം. നല്ല കട്ടയ്ക്ക് തന്നെയാണ് കാര്യം. നമ്മൾ എന്ത് കാര്യം ചെയ്ത്, ഞാൻ പഠിച്ചത് എന്ത് കാര്യം ചെയ്താലും അതിന് വില കൊടുക്കുക, അതിന് പെർഫെക്റ്റായിട്ട് ചെയ്യുക. ഞാൻ 4.5 വർഷവും ഒരു ദിവസം പോലും എൻ്റെ കാര്യത്തിന് വേണ്ടി ഒന്നും മാറ്റി വെച്ചിട്ടില്ല. നമ്മൾ കടയ്ക്ക് ഫുള്ള് കോൺസെൻട്രേഷൻ ചെയ്ത് നമ്മളാൽ കഴിയുന്ന രീതിയിലെല്ലാം ചെയ്തുകൊണ്ടിരുന്നു. അങ്ങനെ അവസാനം ഷട്ടർ താത്ത് എന്ന് പറഞ്ഞാൽ അത് നമുക്ക് പറയാൻ എളുപ്പമായി. ഷട്ടർ താക്കുന്ന അവസ്ഥയുണ്ടല്ലോ, എല്ലാവരും കൂടെ ഇങ്ങനെ നമ്മൾ മുച്ച് ഇങ്ങനെ എന്താ പറയുക, ഈ തേനീച്ച, ആ കൂട്ടിൽ തേനീച്ച വന്ന് ഇങ്ങനെ പൊത്തുന്ന കണക്ക് എല്ലാവരും കൂടെ വന്ന് നമ്മളെ പൊത്തി. ഞാനിവിടെ നിന്ന്, എല്ലാവർക്കും എൻ്റെ നമ്പറുണ്ട്, ഞാനിവിടെ നിന്ന് നേരെ അവിടെ പോയി ശുശ്രൂഷയ്ക്ക് വേണ്ടി ഇറങ്ങി. അപ്പോൾ എല്ലാവരും ഞാൻ പ്രാർത്ഥിച്ചിട്ട് അവിടെ ധ്യാനകേന്ദ്രത്തിൽ പ്രാർത്ഥിച്ചിട്ട് ഇറങ്ങുമ്പോൾ പലരുടെയും കോള് കിടക്കും. ഞാൻ തിരിച്ചു വിളിക്കും, ഒരാളെപ്പോലും ഞാൻ പിണക്കിയിട്ടില്ല. ഞാൻ വിളിച്ചിട്ട് പറയും, ചേട്ടാ ചേച്ചി എൻ്റെ അവസ്ഥ ഇതാണ്, ഇത്ര നാൾ കഴിഞ്ഞ് തരാം. അപ്പം ചേട്ടാ ഇതാണ് ദൈവത്തിൻ്റെ പ്രവൃത്തി, ഇനിയാണ് ദൈവം നമ്മളെ നയിച്ച വഴികളെക്കുറിച്ച് ഞാൻ പറയുന്നത്. ദൈവം അത്രമാത്രം ഇപ്പോൾ പൈസ ഇത്രയും കൊടുക്കാനുള്ള ഒരാൾ പോലും എന്നോട് ദേഷ്യപ്പെട്ടിട്ടില്ല. ഞാൻ ഈ പൈസ കൊടുക്കാൻ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങി, ഞാൻ എൻ്റെ ഭാര്യ. പിന്നെ അത് കഴിഞ്ഞ് ഈ മുഴുവൻ സമയം പ്രാർത്ഥനയിലേക്ക് കടന്നു വന്നു. ആ സമയം കൊണ്ട് അതിനുശേഷം ഇപ്പം എത്ര വർഷങ്ങൾ കടന്നുപോയി? ഒരു 10 വർഷമെങ്കിലായി. ഇപ്പം 10 വർഷമായി. 8-നും 10-നും ഇടയ്ക്ക് വർഷമായിട്ടുണ്ട്. ഇത്രയും കാലത്തിനോടിടയിൽ ഈ 45 ലക്ഷം രൂപയുടെ കടബാധ്യതകൾ മുഴുവൻ നമുക്ക് തീർക്കാൻ പറ്റിയോ? ഉറപ്പായിട്ടും പറയും. അതെങ്ങനെയാണുള്ള വഴികൾ തുറന്നത്? അതായത് ഹോട്ടൽ നടത്തി നമുക്ക് ഇത്രയും കടമായി, പിന്നീട് ജോലിയും ബിസിനസ്സും ഒന്നും ഇല്ലാതെ എങ്ങനെ ഈ ബാധ്യതകൾ തീർത്തു? അതായത്
ഞങ്ങളിപ്പം ഉദാഹരണം പറഞ്ഞാൽ ഒരാൾ വിളിച്ചിട്ട് പറയാം ഞാൻ കൊടുക്കാനുള്ള പൈസ ആയിരിക്കും, ജസ്റ്റ് ഒരു ഉദാഹരണം പറയാം. അപ്പോൾ ഒരു ഫാമിലി എനിക്ക് കുറച്ച് പൈസ തന്നിട്ടുണ്ടായിരുന്നു, 2,60,000 രൂപ. അവർ തന്നതെന്ന് പറഞ്ഞാൽ ഒരു പലിശ പോലും ഇല്ലാതെ തന്നെ. അവർ പറഞ്ഞത് അവരുടെ ഒരു മോളുടെ കല്യാണം വരുമ്പോൾ കൊടുക്കണം പൈസ. അപ്പോൾ ഞാനും പറഞ്ഞു ഓക്കെ എന്ന് പറഞ്ഞു. അപ്പോൾ അവർ ഒരു ദിവസം ഞങ്ങളിങ്ങനെ ധ്യാന കേന്ദ്രത്തിൽ പ്രാർത്ഥിച്ചിട്ട് ഇങ്ങനെ വരുന്ന സമയത്ത് പെട്ടെന്ന് ഈ കോള് കിടക്കുന്നത് ഞാൻ അവരെ വിളിച്ചു. അവരെ വിളിച്ചപ്പോൾ പറഞ്ഞു സജി ഇങ്ങനെയാണ് മോളുടെ കല്യാണമായ പൈസ. അപ്പോൾ ഞാനിങ്ങനെ ഓക്കെ എന്ന് പറഞ്ഞു. ഞാൻ ഫോൺ വെച്ച് നേരെ ചാപ്പലിൽ പോയിരുന്നു പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഞാനും വൈഫിൻ്റെ അടുത്ത് പറഞ്ഞു ഇതാണ് അവസ്ഥ, അവർക്ക് പൈസ കൊടുക്കണം. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടെ ചാപ്പലിൽ നിന്ന് ഇറങ്ങി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പോൾ ഞങ്ങളുടെ ഡയറക്റ്റ് അച്ഛനും ഞങ്ങളെ രണ്ടുപേരും വിളിച്ചു. അച്ഛൻ നോക്കുമ്പോൾ എന്താ രണ്ടുപേരും വിഷമിച്ച് വരുന്നതെന്ന് പറഞ്ഞൊരു ചോദ്യം ചോദിച്ചു. ഞങ്ങൾ അച്ഛൻ്റെ അടുത്ത് പോയിട്ട് പറഞ്ഞു അച്ഛൻ ഇങ്ങനെയാണ് ഞങ്ങളുടെ ആ അവസ്ഥ, ഒരു സിറ്റുവേഷൻ. അപ്പം അച്ഛൻ ഒറ്റ കാര്യം പറഞ്ഞുള്ളൂ, ചേട്ടനും ചേച്ചിയും ചങ്ക് പൊട്ടി അവിടെ മാതാവിൻ്റെ ഗ്രോട്ടയുണ്ട്, അവിടെ പോയിരുന്ന് പ്രാർത്ഥിക്കും, മാതാവ് വഴി തുറക്കും. ഞങ്ങൾ ഇത്രയും പറഞ്ഞു, ഒരു 2 ലക്ഷം രൂപ മാതാവ് ഞങ്ങൾക്ക് തരണം, ഒരു 60,000 ഞങ്ങൾ എവിടെന്നെങ്കിലൊക്കെ കണ്ടെത്തിക്കോളാം. എൻ്റെ ബ്രദറെ ഞങ്ങൾ പ്രാർത്ഥിച്ചു 3-ൻ്റെ അന്ന് കറക്റ്റായിട്ട് ദൈവം ഞങ്ങൾ ചോദിച്ച പോലെ 2 ലക്ഷം രൂപയാണ്. പക്ഷെ മാതാവ് 2,60,000 രൂപ നമുക്ക് തന്നു. എങ്ങനെ ഒരാൾ വഴി തിരിച്ചു പോലും കൊടുക്കാത്ത രീതിയിൽ നിങ്ങൾക്ക് തിരിച്ചു വേണം. നമ്മൾ ആവശ്യപ്പെട്ടിട്ടാണോ അതോ? നമ്മൾ ആവശ്യപ്പെട്ടിട്ടില്ല, നമ്മൾ പ്രാർത്ഥിച്ചു. ഇതേ കണക്ക് ദൈവം സാമ്പത്തിക മേഖലയിൽ വൻ രീതിയിൽ അത്ഭുതങ്ങൾ പ്രവർത്തിച്ചു. ഈ 45 ലക്ഷത്തിൻ്റെ കാര്യത്തിൽ ഓരോ സമയത്ത് നമുക്ക് ആവശ്യമുള്ള പൈസ, ആ സമയത്ത് ആവശ്യമുള്ള പൈസയെ ദൈവം തന്നിട്ടുള്ളൂ, അതിന് കൂടുതൽ തന്നിട്ടില്ല. ഈ മാസം നിനക്ക് 50,000 രൂപയാണ് ആവശ്യമെങ്കിൽ ദൈവം 50,000 രൂപ തന്നിട്ടുള്ളൂ, 60 രൂപ തന്നിട്ടില്ല. അതേ കണക്ക് നമ്മൾ പ്രാർത്ഥിച്ചു. ഓരോ കാര്യം വരുമ്പോഴും കടഭാരത്താൽ വേദനിക്കുന്ന മക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കും. ഇതേ കണക്ക് കടഭാരത്തെ വേദനിക്കുന്ന മക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കും. നമ്മുടെ നിയമങ്ങളെയും സമർപ്പിച്ച് നമ്മൾ പ്രാർത്ഥിക്കാൻ തുടങ്ങി. അപ്പോഴാണ് ഫിലിപ്പി 4:19 വചനം, എൻ്റെ ദൈവം തൻ്റെ മഹത്വത്തിന് സമയം യേശുക്രിസ്തു വഴി നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം ഈ വചനം പറഞ്ഞ് പ്രാർത്ഥിക്കാൻ തുടങ്ങി. നമ്മൾ പോലും അറിയാതെ നമ്മുടെ ജീവിതത്തിൽ. അപ്പം അങ്ങ് പറഞ്ഞു വരുന്നതിൻ്റെ സാരാംശം ഇതാണ്, എത്ര വലിയ കടബാധ്യത ഉണ്ടായാലും എത്ര വലിയ പ്രതിസന്ധി ഉണ്ടായാലും നമ്മൾ ദൈവത്തിൽ അടിയുറച്ച് വിശ്വസിച്ച് പ്രാർത്ഥിക്കുക മാത്രം ചെയ്താൽ മതി. ആമേൻ. വേറെ ഒന്നും ചെയ്യണ്ട. നമ്മൾ അടിയുറച്ച് വിശ്വസിച്ച് എല്ലാം കൂട്ടിച്ചേർക്കപ്പെടും. ഏത് കടബാധ്യതയും മാറും, ഏത് രോഗവും മാറും, ഏത് പ്രയാസവും മാറും, എല്ലാം മാറും. അതിന് ഉദാഹരണം പറഞ്ഞാൽ ഞാൻ ബ്രദർ എൻ്റെ ജീവിതത്തിൽ ഒരു ചെറിയൊരു ഇൻസിഡൻറ്റ് ഞാൻ പറയാം. ഞാൻ തകർന്നു നിൽക്കുന്ന സമയത്ത് ഞാനും എൻ്റെ വൈഫും കൂടെ ഡൊമിനിക് അച്ഛൻ്റെ അണക്കരയിൽ ധ്യാനത്തിന് പോയി. തകർന്നു നിൽക്കുന്ന സമയത്താണ്, ഒരു കച്ചിത്തുരുമ്പാണ് ആ ധ്യാനം. അപ്പോൾ അവിടെ ഇങ്ങനെ പ്രാർത്ഥിക്കുന്ന സമയത്ത് ഞങ്ങളവിടെ കൗൺസിലിങ്ങിന് പോയി. വളരെ പ്രതീക്ഷയോടെ ഒരുപാട് ഉത്തരങ്ങൾ നമ്മുടെ മുൻപിൽ ആവശ്യമുണ്ട്, അതെല്ലാം കിട്ടുമെന്ന് പറഞ്ഞു. അപ്പോൾ ആ ബ്രദർ ഇങ്ങനെ ബൈബിൾ തുറന്നിട്ട് പറഞ്ഞു, ബ്രദറെ സഹോദരി ഒരു വചനം തരുന്നുണ്ടല്ലോ ഈശോ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു വചനം ഏതാണ്? അപ്പോഴാണ് പറഞ്ഞത്, നിങ്ങൾ ആദ്യം അവിടുത്തെ രാജ്യവും നീതിയും അന്വേഷിക്കും, ബാക്കിയെല്ലാം. ഈ വചനം എപ്പോഴെങ്കിലും കിട്ടിയിട്ടുണ്ടോ എന്ന് എൻ്റെ അടുത്ത് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് 10ാം ക്ലാസ്സിൽ ഈ വചനം കിട്ടിയിട്ടുണ്ട്. ബ്രദർ ബൈബിൾ അടച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ ഇത് ചെയ്താൽ മതി, നിങ്ങളുടെ ജീവിതത്തിൻ്റെ പ്രശ്നങ്ങളെല്ലാം മാറും. അത് ശരിക്കും ഇതൊക്കെ നമുക്ക് അംഗീകരിക്കാൻ പറ്റാത്ത രീതിയിലുള്ള പ്രതിസന്ധിയാണ്. ഒരാളിനെ നമ്മൾ പ്രതീക്ഷയോടെ പോകുമ്പോൾ അയാൾ ഇതാണ് പറഞ്ഞു വിടുന്നത്. ഞങ്ങൾ അവിടെ നിന്ന് ധ്യാനം കഴിഞ്ഞു. ശരിക്കും പിന്നെ വേറെ ഒന്നിനെക്കുറിച്ച് ഞങ്ങൾ ചിന്തിച്ചില്ല. ഞങ്ങളുടെ ലക്ഷ്യം മൊത്തം ഈശോയ്ക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യുക. ഇപ്പം എന്താ ശരിക്കും ഈശോയ്ക്ക് വേണ്ടി ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഈശോയ്ക്ക് വേണ്ടി നമ്മൾ കുട്ടികളുടെ ഇടയിലും യൂത്തിൻ്റെ ഇടയിലും ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. കുട്ടികളുടെ യൂത്തിൻ്റെ ഇടയിൽ ധ്യാനങ്ങൾ ചെയ്യുന്നുണ്ട്. ഒരു പ്രൈസ് ആൻഡ് വർഷിപ്പ് ശുശ്രൂഷ ചെയ്യുന്നുണ്ട്. ഈശോയെ പാടി ആരാധിക്കുന്ന ഒരു ശുശ്രൂഷ ചെയ്യുന്നുണ്ട്. പ്രൈസ് ആൻഡ് വർഷിപ്പ് ചെയ്യുന്നുണ്ട്. അങ്ങനെ മനോഹരമായിട്ട് ഈശോ, ഞാൻ പറയുന്നത് എല്ലാത്തിനും ഉത്തരം ഈശോയുടെയിലുണ്ട്. ഓരോ സ്ട്രഗിൾസും ദൈവം നമുക്ക് അനുവദിക്കുമ്പോൾ അതിൻ്റെ പിന്നിൽ ഒരു അനുഗ്രഹം ഉറപ്പാണ്. ഞാൻ അതിനെ ആമേൻ യെസ് മൂളുന്ന കണക്കിരിക്കും ഈശോയുടെ അനുഗ്രഹം നമ്മുടെ ലൈഫിൽ വരുമ്പോൾ. അത്രമാത്രം ഈശോ നമ്മൾ ബ്ലെസ് ചെയ്തിട്ടുണ്ട് ഈ കാലഘട്ടം. ഏതായാലും വളരെ ഒത്തിരി സന്തോഷം. അങ്ങയുടെ ഈ അനുഭവങ്ങൾ നമ്മുടെ പ്രേക്ഷകർക്ക് വലിയ പ്രചോദനമായി തീരും. അങ്ങിപ്പോൾ വന്നിരിക്കുന്നത് തന്നെ ഒരു വലിയ പ്രതിസന്ധിയുടെ നടുവിൽ നിന്ന്, വിഴിഞ്ഞം കടപ്പുറത്ത് നിന്ന് ആ പോരാട്ടത്തെ അതിജീവിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തിലും ഉണ്ടാകുന്ന വലിയ പോരാട്ടങ്ങളെയൊക്കെ അതിജീവിക്കുവാൻ അങ്ങ് പറഞ്ഞതനുസരിച്ച് എത്ര വലിയ കടബാധ്യത, ലക്ഷങ്ങളുടെ കോടികളുടെ ആയിക്കൊള്ളട്ടെ, മാരകമായ രോഗങ്ങളായിക്കൊള്ളട്ടെ, എന്തായാലും കർത്താവിൽ മാത്രം ശരണപ്പെട്ട് നമ്മൾ മുന്നോട്ട് പോയാൽ ഏത് പ്രതിസന്ധിയെയും നമുക്ക്
അതിജീവിച്ച് മുന്നേറാൻ ദൈവത്തിൻ്റെ വഴികളിലൂടെ നടക്കുമ്പോൾ നമുക്ക് സാധ്യമാകുമെന്ന് നമുക്ക് ഉറപ്പ് ഒന്നും കൂടെ ഒരിക്കൽ കൂടെ നമുക്കൊരു ഉറപ്പ് തരികയാണ്. ഒന്നിനെക്കുറിച്ചും ഭാരപ്പെടേണ്ട. എൻ്റെ ദൈവം തൻ്റെ മഹത്വത്തിൻ്റെ സമ്പന്നതയിൽ നിന്ന് അവൻ്റെ മഹത്വത്തിന് യോജിച്ച വിധത്തിൽ നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം നൽകി തരുമെന്നുള്ള ആ വാഗ്ദത്തത്തെ മുറുകെ പിടിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാം. കർത്താവ് നമ്മളെല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ.